ഹലോ ഗൈസ്, നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട്. ഞാൻ ഇതിനിടയിൽ ഒരു നാസിക്ക് യാത്ര നടത്തിയിരുന്നു. അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ ഞാൻ നാസിക്ക് പോയ സ്ഥലമുണ്ട്. എന്നെ നാസിക്കിലേക്ക് വിളിച്ച ആൾക്കാർ, അതിൽ ഒരു വയസ്സായ ഒരു അച്ഛനും അമ്മയായിരുന്നു, പിന്നെ അവരുടെ മക്കളും. അവർ ഒരു ദുഃഖവാർത്തയാണ്, അവർ രണ്ടാളും മരിച്ചുപോയി. അപ്പോൾ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി ഇടാൻ എനിക്ക് എന്തോ തോന്നിയില്ല. പിന്നെ എനിക്ക് എൻ്റെ സംഘടന വാട്ടേഴ്സ് കേരള എന്ന് പറഞ്ഞ സംഘടന, എൻ്റെ ക്രിക്കറ്റ് മത്സരവും ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു തരത്തിലൊരു തിരക്കായിരുന്നു. നാസിക്ക് പോയി തിരിച്ച് നാട്ടിലേക്ക് വന്നു. ആദ്യം നാസിക്ക് പോയി അങ്ങനെ എല്ലാം ചെയ്യേണ്ട വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇന്ന് വന്നത്, വീഡിയോ ഇടാൻ വന്നത്, ഒരാളെ കുറിച്ച് പറയാനാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇൻ്റർവ്യൂ സ്റ്റാർ എന്നായിരുന്നു ഈ പുള്ളിനെ ആദ്യമൊക്കെ അറിയപ്പെട്ടിരുന്നത്. ആദ്യം അറിയപ്പെട്ടിരുന്നത് നമ്മളെ നടൻ ശ്രീനിവാസൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ്റെ അനിയൻ എന്നുള്ള നിലയിലായിരുന്നു. പിന്നെ പുള്ളി അഭിനയിക്കാൻ തുടങ്ങി. അഭിനയിച്ച് പടങ്ങളൊന്നും ഇതുവരെ വിജയിച്ച് കണ്ടില്ല. പിന്നെ അത് ഇൻ്റർവ്യൂവിൽ പുള്ളി തിളങ്ങാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇൻ്റർവ്യൂ സ്റ്റാർ എന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഈ പുള്ളി ഇൻ്റർവ്യൂവിൽ മാത്രമേ തിളങ്ങുന്നുള്ളൂ, ഉള്ള പടങ്ങളൊക്കെ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ ഈ പുള്ളിനെ എന്ത് പറയാൻ തുടങ്ങി, ഇവർക്ക് നല്ലൊരു നടനല്ലേ, നല്ലൊരു കോമഡി ചെയ്യുന്ന ആളല്ലേ, അപ്പം കഥയൊക്കെ തിരഞ്ഞെടുത്ത് നല്ല നോക്കി സ്ക്രിപ്റ്റെല്ലാം നോക്കിയിട്ടൊക്കെ അഭിനയിച്ചാൽ നല്ല ഭാവി ഉണ്ടാവും എന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നീട് എന്തായി, അഭിനയിക്കുന്ന പടങ്ങളൊക്കെ പൊട്ടാൻ തുടങ്ങി. ഒരു പടം പോലും മര്യാദയ്ക്ക് വിജയിക്കുന്നില്ല. ഇപ്പോഴ് വരുന്ന പിന്നെ ഇയാൾ നെപ്പോക്കിട്ടാണ്. ഇയാളുടെ ഇൻ്റർവ്യൂ തന്നെ ഇയാൾ പറയാൻ തുടങ്ങി, ഞാൻ ഒന്നിനും സീരിയസ് ആയിട്ട് കാണാത്ത ഒരാളാണ്. ഇയാളുടെ ഏട്ടൻ തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ഞാനൊന്നിനും അനിയനൊന്നിനും സീരിയസ് ആയിട്ട്. ഇയാളുടെ സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്താണോ ഇയാൾ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കാണുന്നത് അത് തന്നെയാണ് ഇയാൾ. ഒന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല. വിവാഹബന്ധം പോലും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു വ്യക്തിയാണെന്നാണ് പലരും പറയുന്നത്. ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല. അത് വേറൊരു കാര്യം. അതൊന്നും കുടുംബത്തിലേക്കൊന്നും നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമില്ല, നമ്മളത് പറയേണ്ട ആവശ്യമില്ല. ഇൻ്റർവ്യൂവിൽ പലരും പലതും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയാൻ തുടങ്ങി, ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള സംഭവം എന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ഈ പുള്ളി നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ ഞാൻ പോയി കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ആരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, നല്ല ആര് പോയി സംസാരിച്ചാലും ഒരു താരചാടിയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. കണ്ട് ഹലോ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഹലോ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കും, നല്ല കോമഡി പറയും, നന്നായിട്ട് ഇടപഴകും, എല്ലാവരുമായിട്ടും നന്നായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്. ഞാനും എൻ്റെ നാട്ടിൽ വന്ന സമയത്തൊക്കെ ഞാൻ പോയി കണ്ട് സംസാരിച്ചൊരു ആളാണ്. നല്ല ഫ്രണ്ട്ലി ടോക്കാണ്. പക്ഷേ എങ്കിൽ അല്പം ഞാൻ കണ്ടിട്ടില്ല പുള്ളി മദ്യപിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ പുള്ളി തന്നെ പല ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്, ഞാൻ മദ്യപാനിയായിരുന്നു, ഇപ്പം എല്ലാം നിർത്തി എന്നൊക്കെ പറയാറുണ്ട്. ഒരു നല്ല ഫ്രണ്ട്ലി മോഡിൽ കൂൾ വൈബിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. അതാണ് ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ളത് എല്ലാവരും കണ്ട് പരിചയപ്പെട്ടവർക്ക് എല്ലാവർക്കും പറയാനുള്ള അതാണ്. പക്ഷെ ഇപ്പോഴും നിലവിൽ വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുള്ളിനെ വെച്ചിട്ട് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്ന തരത്തിലാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊരു ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അഭിനയിക്കുന്ന പടങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടുക. ഈ പ്രൊഡ്യൂസർമാരൊക്കെ പൈസ പോകുന്നില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പുതിയ പടത്തിൻ്റെ പ്രമോഷൻ്റെ സമയത്ത് ഏതോ ഒരു പയ്യൻ ഇതേപോലെ ചോദിച്ചു. അവിടെ കാര്യങ്ങൾ വഷളായി, കുറച്ച് സംസാരവും ഇതുമൊക്കെ ഉണ്ടായി. അതൊക്കെ നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഒരാളല്ല, എൻ്റെ പടങ്ങൾ എന്നെ വെച്ച് ചെയ്യുന്നത് ഒരിഷ്ടം കൊണ്ടാണ്, അതുകൊണ്ട് ഇത്രയും ചില പടങ്ങൾ വിജയിക്കും, ചില പടങ്ങൾ വിജയിക്കില്ല, അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. പക്ഷെങ്കിൽ ധ്യാനിൻ്റെ ഏതെങ്കിലും ഒരു പടം വിജയിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയോ?
ഒരു പടം വിജയിച്ചതായിട്ട് അറിയില്ല. ഏതോ വിനീത് ശ്രീനിവാസൻ എടുത്തൊരു തിരയങ്ങാറ്റം വിജയിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളൂ. ബാക്കിയൊരു പടവും വിജയിച്ചതായിട്ടൊന്നുമില്ല. പക്ഷെ എല്ലാ പടങ്ങളും അധികം ആൾക്കാരും കാണാറുമുണ്ട്. ഈ പുള്ളിയുടെ ഇൻ്റർവ്യൂ അത്രയും വിജയിക്കുന്നത് കൊണ്ട് നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്നത് കൊണ്ട് എല്ലാവരും ഏകദേശം എല്ലാ ആൾക്കാരും ആ പുള്ളിയുടെ പടം പോയി കാണാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ എന്താ, പടം ഒന്നും വിജയിക്കാറുമില്ല. ഒരു വലിയ വൻ ബോംബായിട്ടാണ് എല്ലാ പടങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഇത് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്നുണ്ടോ എന്നതാണ് ചർച്ചാ വിഷയം. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ പുള്ളി നെപ്പോ കിഡാണ്. നെപ്പോ കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഞാൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണം ഉണ്ട്. പുള്ളിയായിട്ട് ഉണ്ടാക്കിയതും ഉണ്ട്, അല്ലാതെ പാരമ്പര്യമായിട്ട് കിട്ടിയതും ഉണ്ട്. പോരാത്തതിന് അച്ഛനും ഏട്ടനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പണങ്ങൾ ഇഷ്ടം പോലെ കയ്യിൽ വരുമ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളതാണ് പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അതിനാർക്കും കുറ്റം പറയാൻ കഴിയില്ല. പുള്ളീനെ വെച്ച് പടം എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കണ്ട. പുള്ളിക്ക് എന്താ ആ പടം എടുക്കണമെന്ന് പുള്ളി ആരെയും പോയിട്ട് അങ്ങോട്ട് നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പുള്ളി ഇത് വെച്ചിട്ട് ലാവിഷായിട്ട് ജീവിക്കുക, പുള്ളിയുടെ ഇഷ്ടത്തിന് ജീവിക്കുക. അപ്പോൾ പുള്ളീനെ വെച്ചിട്ട് കുറേ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, കുറേ ആൾ പണം എടുത്തിട്ട് പൈസ നഷ്ടപ്പെടുത്തുന്നുണ്ട്, കുറച്ചാൾക്കാർക്ക് എന്തോ പണം കിട്ടുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ ജീവിച്ച് പോവുക. അതിപ്പോൾ പുള്ളിക്ക് ഒരു ഇഷ്ടം പോലെ പൈസയുണ്ട്, ജീവിക്കാനുള്ള പൈസയുണ്ട്. ഇനി ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവൻ്റെ അച്ഛനും ഏട്ടനും ഉണ്ടാക്കി വെച്ച പൈസേൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് അവരൊരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പല ഇൻ്റർവ്യൂകളും കണ്ടിട്ടുണ്ടാവും. ആ ശ്രീനിവാസൻ്റെ ഫാമിലി മൊത്തം ഉള്ളത് അവരെല്ലാവരും നല്ലൊരു ബോണ്ടിങ്ങിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ അവിടെ ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല. ഈ പുള്ളിക്ക് ഇനി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യവും വരുന്നില്ല. കാരണം പുള്ളീൻ്റെ പേരിലും ഇഷ്ടം പോലെ പൈസയുണ്ട്, പുള്ളി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പുള്ളി മിനിമം അത് ദൂർത്തടിക്കുന്നില്ലല്ലോ. പുള്ളീൻ്റെ ഇഷ്ടത്തിന് പുള്ളി ജീവിക്കുന്നു. മദ്യപിക്കുന്നുണ്ടോ, മദ്യപിച്ചോട്ടെ, അതിനൊന്നും ആർക്കും ഒരു കുറ്റം പറയാനില്ല. അപ്പോൾ അവനെ വെച്ചിട്ട് ഈ പുള്ളീനെ വെച്ചിട്ട് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്നതിൽ പുള്ളീൻ്റെ പ്രശ്നം എന്താ? പുള്ളിക്ക് എന്താണ് പ്രശ്നം? പുള്ളീനെ എന്തിന് ആളുകൾ കുറ്റം പറയുന്നു? അതാണ് ഒരു വശത്തുള്ള ചോദ്യം. മറ്റേ വശത്തുള്ള ചോദ്യം, പുള്ളി എന്തിന് ഇത് നിന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് മറ്റേ വശത്തുള്ള ചോദ്യം. ഇതിലിപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ്. മദ്യപിച്ച് കൂത്താടി നടക്കലല്ലേ. ഇതേപോലെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്, പണത്തിന് പണം, ജോലിക്ക് ജോലി, ജോലിക്ക് ജോലി, അങ്ങനെയാണ് പുള്ളിയുടെ ജീവിതം. അപ്പോൾ ആ പുള്ളീനെ വെച്ചിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മൊത്തം ചർച്ചയും പോകുന്നത്. മിഞ്ഞാന്നങ്ങായിട്ട് ഒരു പടം ഇറങ്ങി, ആപ് കേസേ ഹോ, അത് കേസേ ഹോ ആയി, എവിടെയോ പോയി. ഇനിയിപ്പോൾ പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, അതും ഇഷ്ടംപോലെ പടം കിട്ടുന്നുണ്ട്. എന്ത് പൊട്ടിയാലും ഇഷ്ടംപോലെ പടം കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് പുള്ളീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി കൊണ്ടുവയ്ക്കുവാണ്, വൻ ചർച്ചയായി കൊണ്ടുവയ്ക്കുവാണ് ബ്ലാക്ക് മണിയുടെ കാര്യം. സിനിമാ മേഖല മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളെ ആശാനുണ്ട്, ഏറ്റവും കൂടുതൽ പടം എടുത്ത് വിജയിപ്പിച്ച ശാന്തിവിള ദിനേശ്. ആ പുള്ളിയൊക്കെ പറയുന്നത് അഴുക്ക് പയലി ചെക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനം പറയുന്നത്. അതായത് പുള്ളിയിൽ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് എനിക്കിപ്പോഴാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ കളി കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഈ അജു വർഗീസൊക്കെ കുറച്ചെങ്കിലും നന്നായിട്ട് അഭിനയിക്കുന്നൊരു ആളാണ്. അപ്പോൾ ഈ പുള്ളിയൊക്കെ ഇവൻ്റെ ഒപ്പരം കൂടിയിട്ട് നശിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിൽക്കുക. ഇപ്പോൾ കൂടിയിട്ടുള്ള പിഷാരടിയൊക്കെയാണ്. പിഷാരടിയൊക്കെ പിന്നെ അതിബുദ്ധിമാനാണ്. അവരൊക്കെ കാര്യങ്ങൾക്ക് കൃത്യമായി കൊണ്ടുപോകാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ പോവുക. ഈ പുള്ളി എന്ത് ചെയ്താലും ജീവിച്ചു പോകും. ഈ പുള്ളിക്ക് അതിൻ്റേതായ കഴിവുണ്ട്. നമ്മളെ ധ്യാൻ ശ്രീനിവാസൻ അതിൻ്റേതായ കഴിവുണ്ട്. എന്താ ഒന്നുമില്ലെങ്കിലും ശ്രീനിവാസൻ്റെ മകനാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധി എന്തേതായാലും പുള്ളിക്കുണ്ട്. പുള്ളി ബിസിനസ് ചെയ്തിട്ടും ജീവിച്ചു പോകും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലെല്ലാം പോയി ഇരുന്നിട്ട് പുള്ളി ജീവിച്ചു പോകും. അതിൽ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ അറിയും, അതങ്ങ് ചെയ്തിട്ട് പുള്ളി ജീവിച്ചു പോയിക്കോളും. ബാക്കിയുള്ളവർ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഈ പുള്ളീനെ പറഞ്ഞിട്ട്
അതായത് പുള്ളീനെ പറയുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞ് നടക്കാന്നേ ഉള്ളൂ, അല്ലാതെ യാതൊരുവിധ കാര്യം അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.